ഹായ് ഓൾ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ലവേഴ്സിന് വേണ്ടിയുള്ളൊരു വീഡിയോ ആയിട്ടാണ്. ഇപ്പോൾ കൂടുതൽ ആളുകളും സീരീസും മൂവീസും ഒക്കെ കാണാൻ നെറ്റ്ഫ്ലിക്സ് ആണല്ലോ യൂസ് ചെയ്യുന്നത്. എൻ്റെ അറിവിൽ നെറ്റ്ഫ്ലിക്സിൽ 4 സീരീസിനാണ് കൂടുതൽ ഫാൻസ് ഉള്ളത്. ആ 4 സീരീസിൻ്റെ നെക്സ്റ്റ് സീസൺ ഈ വർഷം റിലീസ് ആകുന്നുമുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് ചുരുക്കി പറയാം. ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. ആദ്യം സ്ക്വിഡ് ഗെയിമിനെ കുറിച്ച് പറയാം. പേഴ്സണലി എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി കാണാൻ ഇഷ്ടമുള്ള ഒരു സീരീസാണ് സ്ക്വിഡ് ഗെയിം. സീസൺ 1ഉം 2ഉം ഒരുപാട് പേർ കണ്ടു. സീസൺ 1ൻ്റെ അത്ര മികച്ചതായി സീസൺ 2 തോന്നിയില്ല എന്നായിരുന്നു ഓരോരുത്തരുടെ അഭിപ്രായം. സീസൺ 2 മാക്സിമം നന്നായി അവർ ചെയ്തിട്ടുണ്ട്. ഇനി ഈ വർഷം ജൂൺ 27-ന് ലാസ്റ്റ് സീസൺ റിലീസാകുകയാണ്. കഴിഞ്ഞ 2 സീസണേക്കാളും സീസൺ 3 മികച്ചതായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അടുത്തത് വെനസ്ഡേ ആണ്. വെനസ്ഡേ റിലീസായപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ റീൽസായും ഷോർട്സായും ഒക്കെ നിറഞ്ഞു നിന്നിരുന്നു. അൺഎക്സ്പെക്റ്റഡ് മൊമെൻറ്റ്സ് ഈ സീരീസിൽ ഒരുപാടുണ്ടായിരുന്നു. ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയായിരുന്നു. ഈ വർഷം ഇതിൻ്റെ സീസൺ 2 റിലീസാകുന്നുണ്ട് എന്ന് ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഡേറ്റോ കൂടുതൽ വിവരങ്ങളോ ഒന്നും ലഭ്യമല്ല. അടുത്തത് ആലീസ് ഇൻ ബോർഡർലാൻഡ് ആണ്. പൊതുവെ ഈ സീരീസിന് വ്യൂവേഴ്സ് കുറവാണ്. എൻ്റെ അഭിപ്രായത്തിൽ സ്ക്വിഡ് ഗെയിം ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായി ഈ സീരീസും കാണാം. അതുപോലത്തെ കിടു മേക്കിംഗ് ആണ് ഈ സീരീസ്. 2025 സെപ്റ്റംബർ മാസം ഇതിൻ്റെ ലാസ്റ്റ് സീസൺ റിലീസാകുകയാണ്. വളരെ മികച്ച ക്ലൈമാക്സ് ആയിരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അടുത്തത് സ്ട്രേഞ്ചർ തിങ്സ് ആണ്. സത്യത്തിൽ ഏറ്റവും ആദ്യം പറയേണ്ട സീരീസാണ് സ്ട്രേഞ്ചർ തിങ്സ്. ഇതിൻ്റെ കഴിഞ്ഞ സീസണുകൾ നമ്മൾ കണ്ടതാണല്ലോ. വേറെ ലെവൽ മേക്കിംഗ് ആണെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്തു. 2025 നവംബർ 27-ന് ഇതിൻ്റെ സീസൺ 5, അതായത് ലാസ്റ്റ് സീസൺ റിലീസാകുകയാണ്. ഈ വർഷം ഏറ്റവും കൂടുതൽ ആളുകൾ വെയിറ്റ് ചെയ്യുന്ന സീരീസാണ് സ്ട്രേഞ്ചർ തിങ്സ്. കഴിഞ്ഞ സീസണുകളേക്കാൾ മികച്ച എൻഡിങ് ആയിരിക്കും ലാസ്റ്റ് സീസൺ എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ വെയിറ്റ് ആൻഡ് സീ എന്നേ പറയാനുള്ളൂ. ഇതുപോലെയുള്ള കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളും അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ?